2024 റഷ്യ അവതരിപ്പിച്ച പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ഒറേഷ്നിക്കിന്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങളെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇപ്പോഴിതാ ആണവ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ യുക്രൈനെതിരെ പ്രയോഗിച്ച് ഒരിക്കൽ കൂടി ലോകരാജ്യങ്ങളെ റഷ്യ ആശങ്കയിലായിരുത്തിയിരിക്കുകയാണ്. വ്ളാഡിമിർ പുടിന്റെ വസതി ലക്ഷ്യമാക്കി യുക്രൈൻ നടത്താൻ ശ്രമിച്ച ഡ്രോൺ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഈ ആക്രമണം. അതിലുപരി അമേരിക്കയ്ക്കും മറ്റ് നാറ്റോ സഖ്യകക്ഷികൾക്കും യൂറോപ്പിനും ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയായിരുന്നു റഷ്യ. അമേരിക്കയും നാറ്റോയുമല്ല, ഇനി ലോകം മുഴുവൻ എതിരെ വന്നാലും അത് നേരിടാനുള്ള കരുത്തും ശേഷിയും തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുകയാണ് റഷ്യ. ലോകത്തൊരു രാജ്യത്തിനും തടുക്കാൻ പറ്റാത്ത ഹൈപ്പർസോണിക് മിസൈലായ ഒറേഷ്നിക് പ്രയോഗിച്ചാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. നിരവധി വാർഹെഡുകൾ ഉള്ളതാണ് റഷ്യയുടെ ഈ ഒറേഷ്നിക് മിസൈൽ. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയിലുള്ള മിസൈൽ കൂടിയാണിത്. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി ലോകക്രമം മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന അമേരിക്കയും യുക്രൈനിലേക്ക് സൈനികരെ അയക്കാൻ തീരുമാനിച്ച നാറ്റോ രാജ്യങ്ങളെയും ശരിക്കും ഭയപ്പെടുത്തുന്ന മിസൈൽ പ്രയോഗമാണ് റഷ്യ നടത്തിയിരിക്കുന്നത്. ഇതേ സമയം തന്നെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കറിലെ റഷ്യൻ പൗരന്മാരെയും അമേരിക്ക മോചിപ്പിച്ചതെന്നതും ശ്രദ്ധേയമാണ്. കപ്പൽ റഷ്യയുടേതല്ലെങ്കിലും അതിലെ 2 ജീവനക്കാർ റഷ്യൻ പൗരന്മാരായതിനാൽ ജീവനക്കാരെ വിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ യുക്രൈനിലേക്ക് ഒറേഷ്നിക് വിട്ടതോടെ അമേരിക്കയും ഭയന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ടാണ് മഡൂറയെ തട്ടിക്കൊണ്ടുപോയി ലോക പോലീസ് കളിച്ച അമേരിക്കയ്ക്ക് റഷ്യൻ അന്ത്യശാസനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നത്. ഇതിനു മുൻപ് 2024 നവംബറിൽ റഷ്യ ഒറേഷ്നിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. എന്നാൽ അതൊരു വലിയ ആക്രമണമായിരുന്നില്ല. ഈ 2 ആക്രമണത്തിനും നിർണായകമായ വ്യത്യാസങ്ങളുമുണ്ട്. മുൻ ആക്രമണം മധ്യ യുക്രൈനിലെ ഡിനിപ്രോ നഗരത്തിലെ ഒരു എയ്റോസ്പേസ് ഫാക്ടറിയെ ലക്ഷ്യമിട്ടതായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണം നാറ്റോ അംഗമായ പോളണ്ടിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ലിവിവിലാണ് നടന്നിരിക്കുന്നത്. ഇതുതന്നെയാണ് അമേരിക്കൻ ചേരിയെയും നാറ്റോ രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യവും റഷ്യ തന്നെയാണ്. അവരുടെ ആവനാഴിയിൽ ഇനിയും ലോകം കാണാത്ത അനവധി ആയുധങ്ങളുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഒറേഷ്നിക്. ഇപ്പോഴത്തെ റഷ്യൻ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്കും നാറ്റോയ്ക്കുമെതിരെ ഒരു ബദൽ സൈനിക ചേരി സൃഷ്ടിക്കുക എന്നതാണ്. ഉത്തര കൊറിയയ്ക്ക് പുറമെ ട്രംപിന്റെ ഭീഷണി അതിരുവിട്ട സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ഇറാനും ഈ ചേരികളിൽ കണ്ണികളാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.